എല്ലാം പറയാനുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് എണ്ണി പോയിന്റ് ആയിട്ട് പറയും. വൈൽഡ് കാർഡ് എൻട്രിയായ ഹൗസിനകത്തെത്തിയ മസ്താനി നിലവിൽ ഹൗസിലുള്ള മത്സരാർത്ഥികളെ തിരഞ്ഞുപിടിച്ച് ട്രിഗർ ചെയ്യാൻ നോക്കിയിടത്തു നിന്നാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. രേണു സുധി, റന ഫാത്തിമ, അനീഷ് എന്നിവരെയെല്ലാം വ്യക്തിപരമായ കാര്യങ്ങൾ പറഞ്ഞ് മസ്താനി അധിക്ഷേപിച്ചു. പ്രതിപക്ഷ ബഹുമാനമില്ലാതെ സംസാരിച്ചു. മത്സരാർത്ഥികളുടെ പുറത്തെ ജീവിതത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ മസ്താനി ഹൗസിനുള്ളിൽ വന്ന് പറഞ്ഞതും വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടിരുന്നു. ജിസേൽ ആര്യൻ വിഷയം വഷളാക്കിയതിലും അനുമോളെ ട്രിഗർ ചെയ്ത് വിട്ടതിലുമെല്ലാം മസ്താനിക്ക് കൃത്യമായ പങ്കുണ്ടായിരുന്നു. സ്ക്രീൻ സ്പേസിന് വേണ്ടി തരം താഴ്ന്ന ഗെയിം കളിക്കുന്ന മസ്താനിയായിരുന്നു പ്രധാന ആരോപണമായി എല്ലാവരും പറഞ്ഞത്. ഒനിൽ സാബു ബാഡ് ടച്ച് ചെയ്തു എന്ന കാര്യത്തിൽ കൺഫ്യൂഷൻ ഉള്ളപ്പോഴും ആ കാര്യം വഷളാക്കുന്നതിൽ ലക്ഷ്മിയെ കൂട്ടുപിടിച്ചതും മസ്താനിക്കെതിരെ പ്രേക്ഷകരും വിമർശനങ്ങൾ പറയാൻ തുടങ്ങിയിരുന്നു. നൂറയെയും ആദിലയെയും കുറിച്ച് ലക്ഷ്മി പറഞ്ഞ അഭിപ്രായം തന്നെയാണ് തൻ്റേതെന്ന നിലപാടാണ് മസ്താനി എടുത്തതും. ഇതെല്ലാം ലാലേട്ടൻ ചോദ്യം ചെയ്യുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിയ മസ്താനിയുടെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത്. എയർപോർട്ടിലെത്തിയ മസ്താനി മുഖം മറച്ചാണ് മീഡിയയ്ക്ക് മുന്നിലെത്തിയത്. മീഡിയ പറയുന്ന ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം നൽകിയില്ല. കാര്യങ്ങളെല്ലാം വിശദമായി പറയാമെന്നും ഓരോന്നും എണ്ണി കാര്യമായി പറയാനുള്ള കാര്യങ്ങളുണ്ടെന്നും മാത്രമാണ് മസ്താനി മാധ്യമങ്ങളോട് പ്രതികരിച്ച് പറഞ്ഞത്.